പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല, ഇതൊക്കെ അവസാനിപ്പിക്കണം. നമുക്കൊന്ന് ഒന്നിക്കണം, നമുക്ക് ഒറ്റക്കെട്ടാകണം. നോക്കുന്നുങ്ങൾ, ഞാൻ ഓരോന്ന് കാണിക്കാൻ പോവുകയാണ്. പഴയ കാലത്ത് ഇവർ പാടില്ല പാടില്ല പാടില്ലെന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ പറ്റുമെന്ന് അവരുടെ നാവ് കൊണ്ട് ഓരോന്നോരോ ഇങ്ങനെ കാലത്തിരിക്കെ ഇനി നമുക്ക് ഒന്നിച്ചുകൂടെ എന്തിന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണം? രണ്ടാം കണ്ണും 7, 8, 10 എന്നൊക്കെ പറഞ്ഞിട്ട് പരമ്പര സൃഷ്ടിക്കണം. അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കിത് അവസാനിപ്പിച്ചുകൂടെ? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എറണാകുളത്ത് സാൽവേഷൻ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഉജ്ജ്വല വാസ്തുവിയായ മുനീർ മദനി, ഇദ്ദേഹം പ്രത്യേകിച്ച ഇദ്ദേഹത്തിന്റെ വിഷയത്തിന്റെ പേരെന്തറിയുന്നത് മുൻഗാമികൾ സാധ. വിഷയത്തിന്റെ പേരിൻ്റെതാണ്. ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചിടത്തോളം അലർജിയായിരുന്നു എന്ന് പറയുന്നത് തന്നെ. ഇവർ പേരിലിട്ട് മുൻഗാമികളുടെ പാത. എന്നിട്ട് അതിൽ അദ്ദേഹം പറയണെന്താ, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. പലരും ആയത്തായിക്കൊണ്ട് പറയും, അഫലാത്തായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ സ്വന്തമായി ചിന്തിക്കാൻ പാടില്ല. സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, സലഫ് സാലിഹ്കൾ എങ്ങനെ മനസ്സിലാക്കിയോ, അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. സലഫി മൻഹജ് അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനത്തെ പറയുന്നത് സലഫി മൻഹജ്. സലഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. മദ്ഹബ് പറഞ്ഞ മോശമല്ലേ? പണ്ട് ഉമർ മൗലവി അബ്ദുല്ലാല മൗദൂദ് സാഹിബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഉമർ മൗലവി വരെ മുജാഹിദ് സംസ്ഥാന പ്രസിഡന്റ്. ആരാ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നത്? ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപക നേതാവ് അബ്ദുല്ലാല മൗദൂദ് സാഹിബിന്റെ ഖബർ. രണ്ടും ഒത്തിട്ടുണ്ട്. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കൂലേ? അപ്പൊ ഇയാൾ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു സിയാറത്ത് പറഞ്ഞ മോശമല്ലേ? ഇദ്ദേഹം പത്രത്തിൽ എഴുതി, ഞാൻ മൗലാന മൗദൂദ് സാഹിബിന്റെ ഖബർ സന്ദർശിച്ചു. കുഴപ്പമില്ല. സിയാറത്തിന്റെ മലയാളം സന്ദർശിക്കാനുള്ളത് സിയാറത്തുള്ള ശിർക്കാണ്, സന്ദർശനം പറഞ്ഞാലോ തൗഹീദാണ്. ഈ വാക്കിലേക്ക് പിടിച്ച് നടക്കുന്ന ആലോചന. ഇപ്പൊ മുനീർ മദനി വ്യക്തമായിട്ട് പറയുന്നു, സലഫ് സ്വാലിഹീങ്ങൾ അംഗീകരിച്ചിരിക്കണം, സ്വീകരിക്കുക അല്ലെങ്കിൽ ആ സഹാബത്തിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ രംഗത്ത് വളരെ വലിയ അപകടങ്ങൾ പഴയ കാലം മുതലേ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മനസ്സിലാക്കുന്നിടത്ത് പല അബദ്ധങ്ങളും പലർക്കും സംഭവിച്ചത് ആ മൻഹജു സലഫ് വിട്ടളഞ്ഞതാണ്. അതെ, നമ്മൾ അത്ര പറഞ്ഞിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നിടത്ത് ലോകത്ത് വന്ന മുഅ്തസിലിയാക്കൾ, ശംസിയാക്കൾ, ഖവാരിജിയാക്കൾ, റാഫിദിയാക്കൾ, മുബത്തദിയങ്ങൾപ്പെട്ട മുജാഹിദുകൾ, ജമാഅത്ത് ഇസ്ലാമി എല്ലാവർക്കും പിഴച്ചതോടെയാ മൻഹജു സലഫ് വിട്ടുകളഞ്ഞു. സലഫ് സാലിഹീങ്ങളെ, സലഫ് സാലിഹീങ്ങളാരാ? അതിൽ ഏറ്റവും പ്രമുഖരാരാ? 4 മദ്ഹബിന്റെ ഇമാമികൾ. ആ സലഫ് സാലിഹീങ്ങളെ വിട്ടതാണ് ലോകത്ത് വന്ന എല്ലാ പേശകക്ഷികൾക്കും സംഭവിച്ചു പോയത്. ഇദ്ദേഹം പറയുന്നു അതിനെ സംഭവിച്ചത് ഇസ്രായേലുണ്ട്, മുഅ്തസിലത്തിൽ സംഭവിച്ചത്, ഖവാരിജികൾക്ക് സംഭവിച്ച ഒക്കെ തന്നെയാണ്. കൂട്ടത്തിൽ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംഭവിച്ച അതന്നെയാണ്. പ്രശ്നം തീർന്നു. അതിൽ പറഞ്ഞാൽ മതി. എങ്ങനെ പറയാൻ മോശമല്ലേ? അതുകൊണ്ടായിരിക്കും പറയാം. മനസ്സിലുണ്ടാവാം. എന്തെല്ലാം മാറ്റം വരുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു, സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയട്ടെ, സലഫു സ്വാലിഹിന്റെ ആ മൻഹജ് വിട്ടുകളഞ്ഞതാണ് യഥാർത്ഥത്തിൽ അബദ്ധങ്ങൾ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നിടത്ത് മിക്കവാറും എല്ലാ ആളുകൾക്കും സംഭവിച്ച അബദ്ധം. ഖവാരിജികൾക്ക് സംഭവിച്ചിടത്ത് കാണാം, അതുപോലെ മുഅ്തസിലത്തിന് സംഭവിച്ചിടത്ത് കാണാം. അവിടെയൊക്കെ ഈ മൻഹജു സലഫി സ്വാലിഹ് അത് വിട്ടുകളഞ്ഞതാണ് എന്ന് കാണാൻ സാധിക്കും. ഖവാരിജികൾക്ക് സംഭവിച്ചെടുത്ത് കാണാം, മുഅ്തസിലിയാക്കൾക്ക് സംഭവിച്ചെടുത്ത് കാണാം, മുജാഹിദിന് സംഭവിച്ചെടുത്തും കാണാം. അതിന് പറഞ്ഞാൽ ഇവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള പ്രശ്നം എന്താ? ഖുർആനും ഹദീസും സ്വന്തമായിട്ട് നോക്കണം. എന്തിന് സുഹാബ, എന്തിന് താബീങ്ങൾ, എന്തിന് സലഫ് സാലിഹീങ്ങൾ എന്ന് ചോദിച്ച ആളുകൾ ഇപ്പൊ തിരിച്ചു പറയുന്നു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പലരും പറയും അഫലാ തഅഖിലൂന ഖുർആൻ പറയുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പറയും. ആ ചിന്തിക്കാൻ പറഞ്ഞ താല്പര്യം ഖുർആനും ഹദീസും സ്വന്തമായിട്ട് നോക്കണമെന്നല്ല, അത് വേറെ വിഷയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്. അദ്ദേഹം പറയട്ടെ, ചില ആളുകൾ അവരവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് അബദ്ധം പിടഞ്ഞത്. ഖുർആനിൽ ചിന്തിക്കാൻ പറഞ്ഞ കുറെ ഭാഗങ്ങളുണ്ട്. ഈ ആകാശത്തിന്റെ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന അത്ഭുതകരമായ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറഞ്ഞ മേഖലകളുണ്ട്. അവിടെ ചിന്തിക്കാം. അതല്ല
അല്ലാത്ത വഹയിലൂടെ മാത്രം മനസ്സിലാവുന്ന അത്തരം പല വിഷയങ്ങളിലേക്കും മനുഷ്യബുദ്ധിക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല, അത് പ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ അത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും അങ്ങനെ അബദ്ധം പണിയുകയും ചെയ്തത് കാണാൻ സാധിക്കും. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഖുർആൻ അഖലാഖിനും പറഞ്ഞിട്ടുണ്ട്, അഖലാഖിനും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം ഖുർആനും ഹദീസും സ്വന്തമായിട്ട് നോക്കണമെന്നല്ല. ഖുർആനും ഹദീസും സ്വന്തമായി നോക്കാൻ പറ്റില്ല. പൂർവികരെന്ത് പഠിപ്പിച്ചോ അവിടെ നിർത്തണം. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അന്ധമായിട്ട് അനുകരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്ത് സംഭവിച്ചു? തൗഹീദിൽ പോലും പഠിച്ചു. ഞാൻ വെറുതെ പറയില്ല. മുജാഹിദ് ബസ്താർ കേരളക്കരയിൽ വന്നപ്പോൾ അന്ന് അവർ തൗഹീദ് പറഞ്ഞത് 2 ലോക മുസ്ലിമികൾ തൗഹീദ് പഠിപ്പിച്ചു 1. ഇവർ പറഞ്ഞു 2. പക്ഷേ 2000 ആയപ്പോഴേക്ക് 3 2000 ആയപ്പോൾ ഇവർ പറയണേ അതേ തൗഹീദുൽ ഉലൂഹിയ്യ റുബൂബിയ്യ 2 തൗഹീദ് ഉണ്ടായിരുന്നത്. ഇവർ പറഞ്ഞു ഇതുവരെ നമ്മൾ പഠിപ്പിച്ച് 2, ഇന്നു മുതൽ അത് തെറ്റാണെന്നും ഇന്നു മുതൽ 3 പഠിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. പുളിക്കലത്ത് യോഗം കൂടാ 3. അപ്പൊ അബ്ദുസ്സലാം പറയണം അത് ശരിയല്ല, 3 36 തൗഹീദ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ നിരക്ക് തൗഹീദ് പോയാലേ നമ്മൾ ആലോചിച്ച് എത്ര ഗൗരവമുള്ള വിഷയമാണത്. കാരണം 2 പറഞ്ഞ് ശരിയാണെങ്കിൽ 2 പറഞ്ഞ് ശരിയാണെന്ന് മനസ്സിലാക്കി മരിച്ചുപോയ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് 3 പറയുമ്പോൾ ഒരു തൗഹീദ് കിട്ടിയില്ലെന്നല്ലേ അർത്ഥം. തൗഹീദ് കിട്ടാത്ത ചെറിയ വിഷയമല്ല. തൗഹീദിനകത്തിന് അജ്ജുണ്ടോ? ഉട്ടാ നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? മുജാഹിദ് ബഷീർ പറഞ്ഞില്ലേ ഒന്നുമില്ല എന്നാണ്. അപ്പൊ 2000-ന്റെ ഇടയ്ക്ക് മരണപ്പെട്ടുപോയ പാവപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളുടെ തൗഹീദ് പൂർണ്ണമല്ല. സക്കരിയ സലാഹി പ്രത്യേകിച്ച് അവരുടെ സമ്മേളനത്തിലെത്തുന്നത് എന്താ പറയുന്നത്? ഇതുവരെ 2 അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 മനസ്സിലാക്കുന്നതിൽ കേരളത്തിൽ വലിയ പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ട് പറയട്ടെ.